തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡ് പോലീസ് കോട്ടയത്തുള്ള മകളെ വിവരമറിയിക്കുകയായിരുന്നു. അതേസമയം പ്രേംകുമാർ ആണോ മരിച്ചത് എന്ന് ഉറപ്പിക്കാറായിട്ടില്ല എന്നും പോലീസ് സംഘം സ്ഥലത്തെത്തി അന്തിമ സ്ഥിരീകരണം നടത്തിയതിനു ശേഷം മാത്രമേ വ്യക്തത വരൂ എന്നുമാണ് തൃശൂർ റൂറൽ പോലീസ് അറിയിച്ചത്. ഇരിഞ്ഞാലക്കുട കാറളം സ്വദേശിനികളായ മണിയെയും മകൾ രേഖയെയും കൊലപ്പെടുത്തി അതിസമർത്ഥമായാണ് പ്രേംകുമാർ രക്ഷപ്പെട്ടത്. മെയ് 1-നോ 2-നോ കൊലപാതകം നടത്തി രക്ഷപ്പെട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ കൊലപാതക വിവരം പുറത്തറിയാൻ വൈകിയത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി. ഇതോടെ രാജ്യവ്യാപകമായി പ്രേംകുമാറിനായി പോലീസ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രേംകുമാർ മരണപ്പെട്ടതായി വിവരം ലഭിക്കുന്നത്. പ്രേംകുമാറിന്റെ മകളെ ആധാർ രേഖകൾ കണ്ട് തിരിച്ചറിഞ്ഞ് ഉത്തരഖണ്ഡ് പോലീസാണ് വിവരമറിയിച്ചത്. എന്നാൽ ഈ കാര്യം അന്തിമമായി സ്ഥിരീകരിക്കാനാകില്ലെന്നാണ് തൃശൂർ റൂറൽ പോലീസ് പറയുന്നത്. 2019 ആദ്യ ഭാര്യയായിരുന്ന ദിവ്യയെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ട പ്രേംകുമാറിനെ 6 മാസത്തിനു ശേഷമാണ് അന്ന് പിടികൂടിയത്. കോളേജ് കാലത്ത് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു കൊല നടത്തിയതെന്നാണ് അന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. ദിവ്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് രേഖയുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടൽ മാനേജറായി ജോലി നോക്കിയിരുന്ന പ്രേംകുമാർ 5 മാസത്തിലധികമായി ഇരിങ്ങാലക്കുട പടിയൂരിൽ രേഖയുമൊത്തായിരുന്നു താമസം. ഇതിനിടയിൽ രേഖയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് പ്രതി വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയത്. രേഖയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ കാത്തിരുന്ന പ്രതി അന്ന് തന്നെ അമ്മ മണിയെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയതോടെയാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. ന്യൂസ് മലയാളം, തൃശൂർ.